ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ കണ്ണൂർ കുപ്പത്തെ DPRൽ അപാകതയുണ്ടെന്ന് സമ്മതിച്ച് ദേശീയപാത അതോറിറ്റി. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കും. വെള്ളം വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് വിടാനുള്ള സാധ്യത ദേശീയപാത അതോറിറ്റി പരിശോധിക്കുകയാണ്. You have seen some channelization we have done for the water. We are protecting with the soil bag. Okay. So the further all the houses will be get protected from the heavy water. Okay. In the meantime, we are planning to divert the other catchment area water to other way. We will find with the help of local panchayat people and other places where we can put the storm water. Soil protection we are doing. There is no such problem. Design is there, that will not collapse. The thing is, we have to take time, and with the time it will be get it done. Proper way it will get done. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. കണ്ണൂരിൽ നിന്ന് അരുൺ, ഈ ജനങ്ങൾ, അവിടുത്തെ പ്രദേശവാസികൾ പറയുന്ന പ്രശ്നങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള പ്രതികരണമാണോ, അതോ കണ്ണിൽ പൊടിയിടാൻ ഈ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് തലയൂരാനുള്ള നീക്കമാണോ? ഉദ്യോഗസ്ഥന്റെ വിശദീകരണം തൃപ്തികരമാണോ നാട്ടുകാർക്ക്? വിജയകുമാർ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാട്ടുകാർ 27-ാം തീയതി, ഈ മാസം 27 വരെയാണ് കാത്തിരിക്കുക. അതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിൽ വീണ്ടും താമസമുണ്ടായാൽ കൂടുതൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കും എന്നറിയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇന്നലെ നാട്ടുകാരുമായി ദേശീയപാത അതോറിറ്റിയുടെ അധികൃതർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് അങ്ങനെ ഒരു സമവായത്തിലെത്തിയത്. അതിന് പിന്നാലെയാണ് ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധർ, അവരുടെ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള സംഘം ഇന്ന് ഈ സ്ഥലം സന്ദർശിച്ചത്. അതോടൊപ്പം ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതർ, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സ്ഥലം പരിശോധിച്ചതിന് ശേഷം നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കും. അതിന് കുറച്ച് താമസം, അതായത് കുറച്ച് സമയം ആവശ്യമാണ് എന്നതാണ് അവർ പറയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, DPR തയ്യാറാക്കിയതിലും അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവൃത്തിയിലും അപാകതയുണ്ട്. ഈ ജനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകൾ അത് ശരിയാണെന്ന് ദേശീയപാത അതോറിറ്റി സമ്മതിക്കുകയാണ്. അതിനുവേണ്ട പരിഹാര നടപടികൾ അവരാരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് പറയുന്നത്. നിലവിൽ ഈ റോഡിൽ നിന്ന്, അതായത് ദേശീയപാതയിൽ നിന്ന് കുന്നിടിച്ച ഭാഗത്ത് നിന്ന് വ്യാപകമായി ചെളിവെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നു, മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നു. താഴത്തെ ജനവാസ മേഖലയിൽ ഇത് വലിയ ദുരിതം സൃഷ്ടിക്കുന്നു. ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു എന്നതാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. അതിനായി ഈ വെള്ളം വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ്. അതുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ അവർക്ക് അല്പം താമസം വേണം, അല്ലെങ്കിൽ അല്പം സമയം വേണം എന്ന് അവർ പറയുകയാണ്. പക്ഷേ 27-നകം ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകും എന്നതാണ് നാട്ടുകാർ അറിയിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മറ്റ് പ്രവർത്തികൾ ഇവിടെ ആരംഭിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഇന്ന് പരിശോധന മാത്രമാണ് നടന്നിട്ടുള്ളത്. അതെങ്ങനെയാവും എന്ന കാര്യം കണ്ടു തന്നെ അറിയണം. ശരി, ഏതായാലും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നൊരു ഉറപ്പാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. ഈ വെള്ളം വഴിതിരിച്ച് കുപ്പം പുഴയിലേക്ക് വിടാനുള്ള സാധ്യതയൊക്കെ പരിശോധിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് സ്വീകാര്യമായ, തൃപ്തികരമായ ഒരു സൊല്യൂഷൻ കണ്ടെത്തുമോ എന്നത് അടുത്ത ദിവസങ്ങളിലേ വ്യക്തമാകും. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.